ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോൺ മിൽട്ടൺ എഴുതിയ എലാർഗോ എന്ന പോവാണ്. ഇനി നമ്മൾ പോവത്തിൻ്റെ മീനിങ് നോക്കുമ്പോൾ ഇറ്റാലിയനിൽ ലാ എന്ന സൗണ്ട് വരുന്നത് ദ എന്ന മീനിങ് ആണ് വരുന്നത്. അതുപോലെ തന്നെ എലാഗ്രോ എന്ന് പറയുകയാണെങ്കിൽ ജോയ്ഫുൾനെസ്, ചിയർഫുൾനെസ് എന്നീ മീനിങ്ങൾ എടുക്കാം. 1631 ജോൺ മിൽട്ടൺ ഇങ്ങനൊരു പോവ എഴുതുന്നത്. ഇതിൻ്റെ അത് പബ്ലിഷ് ചെയ്യുന്നത് 1645 അതായത് 152 ലൈൻസുള്ള ഈ പോവത്തിൽ നമുക്കൊരു ഒരു സ്റ്റാൻസ വെസ് അല്ലെങ്കിൽ സ്റ്റാൻസ് കാണാൻ സാധിക്കില്ല. യാംബിക് പെൻ ടെട്രാമീറ്ററിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, 152 ലൈൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിന് നമുക്ക് 6 പാർട്ടായിട്ട് തിരിക്കാം. ഒരിക്കൽ കൂടി ഞാൻ പറയാം, സ്റ്റാൻസ വേസ് ആയിട്ടല്ല ഇത് എഴുതിയിട്ടുള്ളത്. പക്ഷെ നമ്മളൊരു തീം വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കൊരു 6 7 തീമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് 1 to 20 ലൈൻസിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ, പോം ബിഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സ്പീക്കർ സ്ട്രോങ്ലി മെലങ്കോളിയെ എതിർക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ്. മെലങ്കോളി ഇവിടെ ഒരു പെർസോണിഫിക്കേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. സാഡ്നെസ് ആൻഡ് ഗ്ലൂമിൻ്റെ ഒരു പെർസോണിഫിക്കേഷനായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. മെലങ്കോളിയോട് തൻ്റെ ലൈഫിൽ നിന്നും പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് വിഷാദത്തിനോട് തന്നിൽ നിന്നും വിട്ടുപോകാൻ വേണ്ടി പറയുന്ന ഒരു സ്പീക്കറോട് കൂടിയാണ് പോം ബിഗിൻ ചെയ്യുന്നത്. അതിനുവേണ്ടി അദ്ദേഹം കുറച്ച് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മെലങ്കോളി, സേബിൾസ് സ്റ്റോൾ ഓഫ് സിപ്രസ് ലോൺ തുടങ്ങിയ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഡാർക്ക് മോർണിംഗ് ക്ലോസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് വിഷാദത്തിൻ്റെ ഇരുണ്ട വസ്ത്രം എന്നൊക്കെയാണ് പറയുന്നത്. അത്രത്തോളം അദ്ദേഹം മെലങ്കോളിയെ വെറുക്കുന്നുണ്ട് എന്ന് നമുക്ക് ആ ലൈൻസിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഓക്കെ, മെലങ്കോളിയെ ലൈഫിൽ നിന്ന് പറഞ്ഞയച്ചിട്ട് അല്ലെങ്കിൽ ഈ ജോയ്ലെസ് ആയിട്ടുള്ള ആ വികാരത്തെ പറഞ്ഞയച്ചിട്ട് അദ്ദേഹത്തിന് ജോയും അതുപോലെ തന്നെ ഒരു നല്ല ജീവിതമാണ് വേണ്ടത് എന്നുകൂടി ഈ 20 ലൈൻസിൽ അവസാനത്തിൽ അദ്ദേഹം കൂടിച്ചേർക്കുന്നു. ഓക്കെ, ലൈൻസ് അവസാനിപ്പിക്കുന്നത് ദർ ഇസ് നോ പ്ലേസ് ഫോർ സച്ച് ഗ്ലൂം ഇൻ എ ലൈഫ് ദാറ്റ് സീക്സ് ഹാപ്പിനെസ് സീക്ക് ചെയ്യുന്ന അന്വേഷിക്കുന്ന ഒരു ജീവിതത്തിന് അല്ലെങ്കിൽ ഗ്ലൂമി ആയിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നതിന് പ്ലേസ് ഇല്ല എന്നതാണ്, അല്ലെങ്കിൽ സ്ഥാനമില്ല എന്നാണ് പറയുന്നത്. നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ലൈൻസ് 21 to 44 നോക്കുവാണെങ്കിൽ ഇൻവിറ്റേഷൻ ഓഫ് മിർത്താണ്. അതായത് മെലങ്കോളിയോട് പോകാൻ പറയുന്ന അതേ സമയം തന്നെ പോയിട്ട് ഇപ്പോൾ പറയുന്നത് മിർത്തിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഈ മിർത്ത് എന്ന് പറയുന്നത് ജോയ്ഫുള്ളിൻ്റെ അതുപോലെ തന്നെ റേഡിയൻ്റെയും ഗോഡസ് ആണ്. ആ ഗോഡസിനോട് തൻ്റെ ലൈഫിലേക്ക് വരാനാണ് പറയുന്നത്. ഇവിടെ ഷീ എന്ന് പറയുന്നത് സിയൂസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജോവിൻ്റെ മകളെയാണ് ഷീ ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, മിൽട്ടൺ ഇവിടെ ഒരു ക്ലാസിക്കൽ മിത്തോളജിയാണ് ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് മിർത്ത് എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ മിത്തോളജിക്കൽ ഫിഗറിനെ തൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ ഹാപ്പിനെസ് തൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നാണ്. ദ പോയിന്റ് വാണ്ട്സ് മീൻസ് ടു ട്രിപ്പ് ഇറ്റ് ആസ് എ ഗോ എന്നാണ് പറയുന്നത്. സോ അതിപ്പോൾ ഇംഗ്ലീഷിലേക്ക് നോക്കുകയാണെങ്കിൽ ഓൺ ദ ലൈറ്റ് ഫാന്റാസ്റ്റിക് ടോ എന്ന് പറയും. ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഫ്രേസാണ്, അതായത് ഡാൻസ് പ്ലേഫുള്ളി ആൻഡ് ലൈറ്റ്ലി എന്നാണ് പറയുന്നത്. അതായത് മിർത്ത് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് ഒരു പ്ലേഫുൾ ആയിട്ട് ലൈറ്റ്ലി ആയിട്ടുള്ളൊരു ഡാൻസ് അവിടെ ചെയ്യട്ടെ എന്ന് പറയുന്നു. ഒന്നുമില്ല, ദ സ്റ്റാൻസ നമ്മൾ ഓർഗമത്ത് നോക്കുകയാണെങ്കിൽ ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈവ്ലി ടോണാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റാൻസിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു മോർണിംഗ് ജോയ് ഇൻ നേച്ചറിലേക്കാണ് വരുന്നത്. ലൈൻസ് 45 to 80. ഈ ഒരു സെക്ഷൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് കൺട്രി സൈഡിലാണ്, ഒരു പ്രഭാതത്തോട് കൂടിയിട്ടുള്ള ഒരു ഗ്രാമം. ഇവിടെ നമ്മുടെ സ്പീക്കർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ഗ്രാമം, അതായത് പച്ചയായിട്ടുള്ള ഒരു ഗ്രാമം, നാച്ചുറലി ഒരു ഗ്രാമം എങ്ങനെയാണ് ഉണരുന്നത് എന്നതാണ്, അല്ലെങ്കിൽ ആ ഭംഗിയോട് കൂടിയിട്ടാണ്. ലാർക്കിനെ പോലെയുള്ള ബേർഡ്സിൻ്റെ പാട്ടോട് കൂടിയിട്ട്, അതുപോലെ തന്നെ വയലിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പണിയെടുക്കുന്ന കൃഷിക്കാരോട് വിസിലോട് കൂടിയിട്ട്, അതുപോലെ തന്നെ രാവിലെ കൂവുന്ന പൂവൻകോഴിയോട് കൂടിയിട്ട്, അങ്ങനെയുള്ള കുറച്ച് പിക്ചേഴ്സാണ് തരുന്നത്. അതുപോലെ തന്നെ ഒരു ഫീൽഡിൽ നിങ്ങൾ ഇറങ്ങി നോക്കുവാണെങ്കിൽ അങ്ങ് ദൂരെയായിട്ട് നിങ്ങൾക്ക് അവ്യക്തമായിട്ട് പള്ളിയിലെ മണിനാഥം കേൾക്കാം, ചേർച്ചിലെ ബെല്ല് റിങ് ചെയ്യുന്നത് കേൾക്കാം എന്ന് പറയുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള കൊച്ചു അല്ലെങ്കിൽ ചെറിയ ചെറിയ ഈ ഇമേജസ് ആണ് നമ്മുടെ മനസ്സിലേക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ കൊണ്ടുവരാൻ നമ്മുടെ സ്പീക്കറിന് സാധിക്കുന്നുണ്ട്. പീസ്, റിതം, അതുപോലെ തന്നെ ലൈഫിൽ ഉള്ളൊരു ഹാർമണിയാണ്, നേച്ചറിനുള്ള ഒരു ഹാർമണി, അല്ലെങ്കിൽ മനുഷ്യൻ ജീവിതത്തും നേച്ചറും തമ്മിലൊരു ഹാർമണി, ഒരു ബന്ധമാണ് നമുക്ക് ഇത്രയും ലൈൻസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മിൽട്ടൻ്റെ ലവ് ഫോർ റൂറൽ സിംപ്ലിസിറ്റിയും നമുക്കിവിടെ കാണാൻ സാധിക്കും. അദ്ദേഹം ഫ്രഷ് ആയിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള ലേബർ,
അതിപ്പോൾ ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പച്ചയായ മനുഷ്യരായിക്കോട്ടെ, അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലത്തുള്ള മോർണിംഗ്, ആ ചിയർഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ നോയ്സ് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഡിലൈറ്റ് തരുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു എനർജി തരുന്നുണ്ട്. എന്തുകൊണ്ടും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ളൊരു ഒരു ഡേ തുടങ്ങാൻ പറ്റിയൊരു ഇടമായിട്ടാണ് അദ്ദേഹം ഇവിടെ കണക്കാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആൻസ ലൈൻ 81 to 100 നോക്കുവാണെങ്കിൽ നമുക്കൊരു ഫോക്ക് ട്രഡീഷൻ, ഒരു കൺട്രി ലൈഫാണ് കാണുന്നത്. അതായത് ഒരു റൂറൽ ലിവിങ് എങ്ങനെയാണ് എന്ന് പറയുന്നു. അവരുടെ കൊച്ചു കൊച്ചു ഫെസ്റ്റിവൽസ്, സന്തോഷങ്ങൾ, അതുപോലെ തന്നെ ഷെപ്പേർഡ്സിൻ്റെ മുന്നിലുള്ള അവരുടെ നൃത്തങ്ങൾ, വില്ലേജിനുള്ള നൃത്തങ്ങൾ, അതുപോലെ തന്നെ ഹോളിഡേയ്സിൻ്റെ അവരുടെ ആഘോഷങ്ങൾ, പഴയകാല കഥകൾ, അതായത് ഒരു ഫയറിന് ചുറ്റി ഇരുന്ന്, തീയുടെ ചുറ്റി ഇരുന്നിട്ട് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു തരുന്ന കഥകൾ, മൊത്തത്തിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ടുഗദർനെസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് കൂടുതൽ പറയുകയാണെങ്കിൽ മിൽട്ടൻ്റെ ഓരോ ലൈൻസും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ പിക്ചർ കാണാൻ സാധിക്കും. ആ നേരത്തെ പറഞ്ഞില്ലേ, ഫയറിന് ചുറ്റുമുള്ള ആൾക്കാർ ഇരുന്നിട്ട് കഥകൾ പറയുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ പിക്ചർ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഓരോരോ ലൈൻസിൽ പ്രഭാതത്തിൻ്റെ ചിത്രം പറയുമ്പോഴും നമുക്ക് ആ ലൈൻസ് നമ്മുടെ അതിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ ഇവിടെ സിറ്റി ലൈഫിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ സിറ്റി ലൈഫിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടൊരു പ്ലേസ്, ഒരു ചിയർഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് എന്ന് പറയുന്നത്, ഹോൾസം എൻജോയ്മെന്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് ചെല്ലാനാണ് ഇവിടെ നമ്മുടെ സ്പീക്കർ പറയുന്നത്. ഓക്കെ, സ്റ്റാൻഡ്സ് ഓഫ് 5 ലൈൻസ് 105 to 130 ആർട്ട്, മ്യൂസിക്, അതുപോലെ തന്നെ തിയററ്റിക്കൽ പ്ലഷേഴ്സ് ആണ് കാണുന്നത്. ഇവിടെ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ആർട്ടിനും പെർഫോമൻസിനും ഇമാജിനേഷനും ഒക്കെയാണ്. ഓക്കെ, ഇവിടെ അദ്ദേഹം മാസ്, അതുപോലെ തന്നെ മിർത്തിഫുൾ സോങ്സ് ഒക്കെ പറയുന്നുണ്ട്. മാസ് എന്ന് പറയുമ്പം ലാവിഷ് കോട്ടിലെ എൻ്റർടൈൻമെൻറ്റ്സ് ആണ്. അതുപോലെ തന്നെ അവിടെയുള്ള നൃത്യങ്ങളെക്കുറിച്ചും, അതുപോലെ തന്നെ മിർത്തിഫുൾ ആയിട്ടുള്ള സോങ്സിനെ കുറിച്ചും, സംഗീതത്തെക്കുറിച്ചും, അതായത് സന്തോഷം നൽകുന്ന സംഗീതങ്ങളെക്കുറിച്ചും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലേ റൈറ്റ് ആയിട്ടുള്ള ബെൻ ജോൺസൺ, വില്യം ഷേക്സ്പിയറിൻ്റെ കൃതികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് 2 കാര്യങ്ങളും, ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കോമഡി ഇഷ്ടമാണ്, അതുപോലെ തന്നെ ട്രാജിക് ഡ്രാമാസും ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അതായത് സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ പല സ്ഥലങ്ങളിലും ആർട്സിൻ്റെ പല ലെയേഴ്സ് ആയിട്ട് നിങ്ങൾ ജോയ് ആസ്വദിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ജോയ് എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമല്ലെന്നും അതിലുപരിയായിട്ട് ഇമോഷണലി, അതുപോലെ തന്നെ കൾച്ചറലി, ഇമാജിനേറ്റീവ്ലി കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റാൻഡ്സ് ഓഫ് 5 എൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് സ്റ്റാൻസ് അല്ലെങ്കിൽ ലൈൻ 131 to 152 നോക്കുവാണെങ്കിൽ ഈവനിങ് പീസ്, അതുപോലെ തന്നെ ഒരു ഡ്രീമി റെസ്റ്റോട് കൂടിയിട്ടാണ് അപ്പോൾ എൻഡ് ചെയ്യുന്നത്. അതായത് ഏറ്റവും എൻഡിൽ, അല്ലെങ്കിൽ ഒരു ഡേയുടെ എൻഡിൽ ആ ടോണ് കുറച്ചുകൂടി സോഫ്റ്റർ ആയിട്ട് മാറുന്നു. ഇപ്പം സ്പീക്കർ ആഗ്രഹിക്കുന്നത് ഈവനിങ്ങിൻ്റെ കാമായിട്ടുള്ള ബ്യൂട്ടിയിൽ മതിമറക്കാൻ വേണ്ടിയിട്ടാണ്. സോഫ്റ്റ് ലൈറ്റ് ഓഫ് സൺസെറ്റ്, ജെന്റിൽ ബ്രീസസ് ആൻഡ് ഹാർമോണിയസ് മ്യൂസിക് എന്ന് പറയുന്നുണ്ട്. അതായത് സൺസെറ്റിൻ്റെ സമയത്തുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ആ ലൈറ്റ്, ഒരു ഇളം കാറ്റ്, അതുപോലെ തന്നെ സന്തോഷം നൽകുന്ന ഒരു ഇളം സംഗീതം, ആ ഒരു സംഗീതം കേട്ടുകൊണ്ട് ആ ഒരു മൊമെന്റിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നു. വെറുതെ ഉറങ്ങുമല്ല, ഉറക്കത്തിൽ സ്വീറ്റ് ഡ്രീംസ് കാണണമെന്ന് പറയുന്നുണ്ട്. അത് രാവിലെ മുഴുവൻ സന്തോഷത്തോട് കൂടി തുടങ്ങിയ ദിവസം അവസാനിക്കുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള, ഒരു ക്വയറ്റ് ആയിട്ടുള്ള, ഒരു റെസ്റ്റ്ഫുൾ ഹാപ്പിനെസ്സിലൂടെയാണ് എന്ന് പറയുന്നു. അതായത് ഭയമോ ഉത്കണ്ഠയോ ഇല്ലാത്ത ഒരു മൊമെന്റ്. പിന്നെ പറയുന്നത് സ്ലീപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റെസ്റ്റ് മാത്രമല്ല എന്നും, ഇറ്റ്സ് എ പോയറ്റിക് എക്സ്പീരിയൻസ് ഫീൽഡ് വിത്ത് പ്ലസന്റ് വിഷൻ ആൻഡ് ഇന്നർ പീസ് എന്ന് പറയുന്നുണ്ട്. അതൊരു കാവ്യാത്മകമായിട്ടുള്ള ഒരു അനുഭൂതിയാണ്. അതുപോലെ തന്നെ അതൊരു പ്ലസന്റ് ആയിട്ടുള്ള, സന്തോഷം നൽകുന്ന ഒരു കാഴ്ച കൂടി നൽകുന്നു എന്ന് പറയുന്നു. മേ ബി ഡ്രീം ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. നമ്മൾ ഉറങ്ങുക മാത്രമല്ല, അതിൽ നമ്മൾ മറ്റൊരു ലോകത്തേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. അത് നമുക്കൊരു ഇന്നർ പീസ്, ഒരു ആന്തരിക സമാധാനം കൂടി നൽകുന്നു. മിൽട്ടൺ തന്റെ പോം അവസാനിപ്പിക്കുന്നത് തന്റെ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ എന്ന് പറയുമ്പോൾ ജോയ് ഫില്ലായിട്ടുള്ള, അതും മോർണിംഗ് മുതൽ ഈ നൈറ്റ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന മൊമെന്റ് വരെയുള്ള ആ നിമിഷങ്ങൾ ഇതുപോലെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ ആത്മാവ് എപ്പോഴും
ചിയർഫുള്ളായിട്ടുള്ള ഒരു സംതൃപ്തി, സന്തോഷം നിറഞ്ഞ ഒരു സംതൃപ്തിയിലേക്ക് അവസ്ഥയിലേക്ക് മാറട്ടെ എന്ന് ആശിച്ചുകൊണ്ടാണ് നമ്മുടെ സ്പീക്കർ ഇപ്പോൾ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിനി ഫൈനൽ മെസ്സേജ് അല്ലെങ്കിൽ ഒരു ടോട്ടലി നോക്കുവാണെങ്കിൽ എലാഗ്രോ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഡയമെൻഷൻസ് ഓഫ് ജോയ് ആണ്. അതായത് സന്തോഷത്തിൻ്റെ തന്നെ പല ലെയേഴ്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു മോർണിംഗ് മുതൽ തുടങ്ങിയിട്ട് ഒരു ഈവനിങ് സന്ധ്യയിൽ അല്ലെങ്കിൽ നൈറ്റിൽ അവസാനിക്കുന്ന ഒരു ലൈഫ് അത് ജീവിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി കടന്നു പോകുന്ന സന്തോഷത്തിലൂടെയാണ് പറയുന്നത്. ചിയർഫുള്ളായുള്ള ലൈഫിന് നമുക്ക് വേണ്ടത് നേച്ചർ, ആർട്ട്, മ്യൂസിക്, അതുപോലെ തന്നെ ഹ്യൂമൻ കണക്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇതൊക്കെയാണ് അല്ലെങ്കിൽ ഇതൊക്കെ മീനിങ് ഫുള്ളുമാണ്, അതുപോലെ തന്നെ ഡിവൈൻ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരിക്കലും ഒരു ഫണ്ണിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫണ്ണ് ആയിട്ട് കാണേണ്ട ഒരു പോവല്ല. എങ്ങ അതിലുപരിയായിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഒരു ഗ്രേറ്റ്ഫുള്ളി അതുപോലെ തന്നെ വിവിഡ്ലി ആയിട്ട് ഒരു മനുഷ്യ ജീവിതം എങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്നുള്ള ഒരു ഉദാഹരണമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ മോർണിംഗ് മുതൽ നൈറ്റുകളുടെ കാര്യങ്ങൾ പറഞ്ഞു. അത് നമുക്ക് വേറൊരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ജനനം മുതൽ മരണം വരെ എന്നുള്ളൊരു അർത്ഥം കൂടി നമുക്ക് നോക്കാം. സോ ഓവറോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ വിഷാദങ്ങളൊക്കെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അവയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഹാപ്പി ആയിട്ടുള്ള ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പോയറ്റ് ഇവിടെ പോം എൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ് ആൻഡ് സീ ദാറ്റ് വീഡിയോ. ബൈ.